Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് കലയുടെ വേരുകൾ. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തിൻ്റെ ഇതൊരു ആത്മകഥയാണ്. അപ്പോൾ ഈ ഒരു ആത്മകഥയുടെ അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം. കാരണം ഈ ഒരു ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആസ്വാദനത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരും. മിഡ് ടൈമിനായിക്കൊള്ളട്ടെ, ടൈം എക്സാമിനായിക്കൊള്ളട്ടെ, ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് കണ്ടിരിക്കണം. കാരണം ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ നിന്ന് പുറമേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്ന വീഡിയോസുള്ള എല്ലാ ചാനൽസും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആ ചാനൽസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, ഹൈപ്പ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ. തീർച്ചയായും അതും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു പോകാം. ഇവിടെ ഒരു പ്രവേശകം കൊടുത്തിട്ടുണ്ട്. ബാല്യത്തിൻ്റെ വിസ്മയ അനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. അപ്പോൾ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇത്, കഥകളിയുമായി ഏതോ ഒരു അരങ്ങ് കലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു കളിവിളക്കൻ തിരുനാളം എന്ന ഒരു ഈ പാഠഭാഗം ഒരു ആത്മകഥയാണ്, കഥകളിയുമായി ബന്ധപ്പെട്ട ആത്മകഥയാണ്. അപ്പോൾ നമുക്കറിയാം ബാല്യത്തിൻ്റെ വിസ്മയ അനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം എന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ ബാല്യത്തിൽ അനുഭവിച്ച ഒരു കലയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആ ഒരു ആസ്വാദനം അത്രത്തോളം നമ്മൾ വളർന്നതിന് ശേഷം, മുതിർന്നതിന് ശേഷം അത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ബാല്യത്തിൻ്റെ വിസ്മയ അനുഭൂതികൾ തന്നെയാണ് ഓരോ കലയുടെയും തിരനോട്ടം എന്ന് പറയുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പ്രായത്തിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ ആസ്വദിച്ച കലയുടെയൊക്കെ അനുഭൂതികളാണ് നമുക്ക് വിസ്മയകരമായി തോന്നുന്നത് അല്ലെങ്കിൽ അത്ഭുതങ്ങളായി തോന്നുക. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആ ആട്ടുവിളക്ക് തെളിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ ആത്മകഥയാണ്. അപ്പോൾ നമുക്ക് വായിച്ചിട്ട് ആരുടെ ആത്മകഥയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഘടാതാകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ്. അതും തോരണയുദ്ധത്തിലെ ഹനുമാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം. ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുമ്പിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല. ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി. അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു. നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി. ഏതായാലും ഞങ്ങൾക്ക് രസമൂത്തു. വാതിൽ കുറേശ്ശെ തള്ളിത്തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങിത്തുടങ്ങി. ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. ഇത് ഞങ്ങൾക്കറിയില്ല. പേടിച്ചു വിരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി.
അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്ന് ചാടുക. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ ഓടി. കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും. അപ്പോഴും കച്ചമണികളുടെയും മടമ്പിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി. സമാധാനം. വേഷം ഞങ്ങളുടെ പുറകെയില്ല. അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. ഇത്രയുമായപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു. വീണ്ടും അരങ്ങിന് മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസനുമായുള്ള യുദ്ധ ചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്ക് രസം പിടിച്ചു. അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായി നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി. കലശലായ വേദന അനുഭവപ്പെട്ടു. അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന കുറേ ദിവസം നീണ്ടുനിന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായർ തിരനോട്ടം. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ തിരനോട്ടം എന്ന ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കഥകളി നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തി ആർജിച്ച വളരെ പ്രശസ്തമായ ഒരു ആത്മകഥയാണ് തിരനോട്ടം. അപ്പോൾ തിരനോട്ടം എന്ന ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് നമുക്ക് പാഠഭാഗത്തുള്ളത്. അപ്പോൾ പാഠഭാഗത്ത് എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം.